രാജ്യത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത APJ അബ്ദുൽ കലാം രാജ്യത്തെ കുട്ടികളോട് പറയുമായിരുന്നു, നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക, ആ ചിന്തകളെ ചിറകളാക്കി മാറ്റി ആ ചിറകൾ ഉപയോഗിച്ച് ചക്രവാളങ്ങൾ കീഴടക്കി ഉയരങ്ങളിലേക്ക് പറക്കുക. പ്രിയപ്പെട്ട നമ്മുടെ ഇന്ന് ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ഈ നാടിൻ്റെ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളായിട്ടുള്ള കുരുന്ന് പ്രതിഭകൾ, അവരെ വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ 2 പ്രിയപ്പെട്ട പ്രഭാഷകരുടെ എത്തിയിട്ടുണ്ട്. ഇനി ഷാഫി പറമ്പിലും അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. നമ്മുടെ നിയോജകമണ്ഡലം തലത്തിലുള്ള ഏറ്റവും ഉജ്ജ്വലമായ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. SLC+2 പരീക്ഷയിൽ വലിയ വിജയം നേടി നമ്മുടെ നാടിൻ്റെ അഭിമാനം ആകാശത്തോളം ഉയർത്തിയ പ്രതിഭകളാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുട്ടികളാണ്. മനുഷ്യ വിഭവശേഷിയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളായിട്ടുള്ള പ്രതിഭാധനരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അവർക്ക് നല്ല അവരുടെ വളർച്ചയുടെ വഴിത്താരയിൽ പ്രോത്സാഹനം നൽകുക, അവരെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് അവരോട് ചെയ്യാനുള്ള കർത്തവ്യം. തീർച്ചയായും തവനൂരിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരും, അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അവരുടെ വളർച്ചയിൽ ഉയർച്ചയിൽ അവർക്ക് ഉത്തേജനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി, ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി 5 വർഷം നിയോജകമണ്ഡലത്തിൽ നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഒരു തുടക്കം നമ്മൾ കുറിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എല്ലാ വർഷവും SLC+2 പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടുന്ന കുട്ടികളെ ആദരിക്കുക. നിങ്ങൾക്ക് കൃത്യമായ കോച്ചിങ്ങുകളും ട്രെയിനിങ്ങുകളും തരിക, കരിയർ ഗൈഡൻസ് തരിക. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു സമഗ്രമായ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ചേർത്തിണക്കി കോർത്തിണക്കി ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പാക്കേജ് നമ്മൾ തവനൂർ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച നഴ്സുമാർ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകൾ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് വൈദഗ്ധ്യമുള്ളവർ നമ്മുടെ കുട്ടികളാണ്. ലോകത്തിലെ 8 കോർപ്പറേറ്റ് കമ്പനികൾ എടുത്തു നോക്കിയാലും അതിൻ്റെ തലപ്പത്തിരുന്ന് താക്കോൽ സ്ഥാനത്തിരുന്ന് അതിന് ചുക്കാൻ പിടിക്കുന്ന ഏത് വലിയ ആളുകളായാലും സിഇഒമാരായാലും അതിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകളായാലും എല്ലാവരും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന നമ്മുടെ നാടിൻ്റെ മണ്ണിൻ്റെ മണമുള്ള വിദ്യാർത്ഥികളാണ്. ആ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ മനുഷ്യ വിഭവശേഷി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറുന്ന ഒരു സമയമാണ്. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ബ്രെയിൻ ഡ്രെയിനാണ്, മസ്തിഷ്ക ചോർച്ചയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും വലിയ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ. തീർച്ചയായും പുതുതായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ, അവർക്ക് ഈ നാടിൻ്റെ വികസനത്തിൽ വളർച്ചയിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന പുതിയ പദ്ധതികളും ഭാവനാസമ്പന്നമായ പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് അബ്ദുള്ള കുട്ടിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു നല്ല ദിവസമാണ്. കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സഹോദരിമാർക്ക് ആരംഭിച്ച ദിവസമാണ്. നിങ്ങളിൽ പലരും ആ സൗജന്യ യാത്രയുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് സൗജന്യ യാത്രയിൽ KSRTCയിൽ സഞ്ചരിച്ചുകൊണ്ട് വന്ന അമ്മമാരും ഉമ്മമാരും പെൺമക്കളും ഒക്കെ ഇവിടെ ഉണ്ടാവും. തീർച്ചയായും അങ്ങനെ അഭിമാനകരമായ പുതിയ കുറേ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന ഒരു നല്ല ദിവസം കൂടിയാണ് നമ്മൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന, പ്രതിപാദനനായിരുന്ന, നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം രാജ്യത്തിലെ വിദ്യാർത്ഥികളോട് എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത APJ അബ്ദുൽ കലാം രാജ്യത്തെ കുട്ടികളോട് പറയുമായിരുന്നു, നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക, ആ ചിന്തകളെ ചിറകളാക്കി മാറ്റി ആ ചിറകൾ ഉപയോഗിച്ച് ചക്രവാളങ്ങൾ കീഴടക്കി ഉയരങ്ങളിലേക്ക് പറക്കുക. നല്ല സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റി ആ ചിന്തകളെ ചിറകളാക്കി മാറ്റി ആ ചിറകൾ ഉപയോഗിച്ച് ചക്രവാളങ്ങളെ കീഴടക്കി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. സുകുമാർ അഴീക്കോട് മാഷ് വിദ്യാഭ്യാസത്തിന് നൽകിയ മനോഹരമായൊരു നിർവചനമുണ്ട്. ആ നിർവചനം നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കുക. എവിടെ ഉയരങ്ങളിലെത്തിയാലും അതൊരിക്കലും മറക്കാതിരിക്കുക. അഴീക്കോട് മാഷ് വിദ്യാഭ്യാസത്തിനോട് എന്ന നിർവചനം, വിദ്യാഭ്യാസം എന്നത് നിങ്ങൾ ഏത് മണ്ണിൽ ജനിച്ചുവോ ആ മണ്ണിലേക്ക് നിങ്ങളുടെ വേരുകൾ ആഴ്ത്തി
ഏത് ആകാശത്തിന്റെ കീഴിലാണോ നിങ്ങളുടെ ആത്മാവിന്റെ ചില്ലകൾ വികസിച്ച് നിൽക്കുന്നത്, ആ ആകാശത്തിന്റെ അനന്ത വികായാസിലേക്ക് നിങ്ങൾ ഉയരത്തിൽ പറക്കാൻ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ് മാഷ് പറഞ്ഞത്. ഏത് മണ്ണിൽ ജനിച്ചുവോ ആ മണ്ണിൽ വേരുകൾ ആഴത്തിലിറക്കി ആകാശത്തിന്റെ അനന്ത വികായാസിലേക്ക് ഉയർന്നു പറക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇന്ന് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾ ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുമ്പോൾ വേരുകൾ ആഴത്തിൽ ഇറക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ അവർ തളർന്നു പോവുകയാണ്. ഡിപ്രഷൻ പോലെയുള്ള വിഷാദ രോഗങ്ങൾ നമ്മുടെ കുട്ടികളെ പിടിപെടുകയാണ്. ആത്മഹത്യ പ്രവണത കുട്ടികൾക്ക് ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാരികമായി കരുത്തില്ലാത്തവരായി നമ്മുടെ കുട്ടികൾ മാറുകയാണ്. അപ്പോൾ ഉജ്ജ്വലമായ വിജയം നേടുമ്പോൾ തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വേരുകൾ ആഴത്തിലിറക്കണം. വേരുകൾ ആഴത്തിലിറക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഇന്ന് ഈ അവാർഡ് മേടിക്കാൻ അഭിമാനത്തോടെ വന്നിട്ടുള്ള നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ടല്ലോ, ഉപ്പയും ഉമ്മയും, അവരെ ഒരിക്കലും മറക്കാതിരിക്കുക. ആദ്യാക്ഷരം പകർന്നു തന്ന അധ്യാപകരെ മറക്കാതിരിക്കുക. നിങ്ങളുടെ കളിക്കൂട്ടുകാരെ മറക്കാതിരിക്കുക. ആ കളിക്കൂട്ടുകാരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. നാളെ നിങ്ങൾക്ക് പണവും പദവിയും പത്രാസമൊക്കെ ഉണ്ടാവുമ്പോൾ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ കാലി കീശയുമായി നിങ്ങൾ കളിച്ചു നടക്കുമ്പോൾ നിങ്ങളുടെ തോളിൽ കൈയിട്ടവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അവരെ ഒരിക്കലും മറക്കാതിരിക്കുക. നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ആദ്യാക്ഷരം പകർന്ന അധ്യാപകരെയും നിങ്ങളുടെ കളിക്കൂട്ടുകാരെയും മറക്കാതിരിക്കുക. നിങ്ങൾ ജനിച്ച വീടിനെയും നിങ്ങൾ കളിച്ചു വളർന്ന നാടിനെയും നിങ്ങൾ പഠിച്ചു വളർന്ന വിദ്യാലയത്തെയും മറക്കാതിരിക്കുക. നിങ്ങൾ ജനിച്ച വീടും നിങ്ങൾ പഠിച്ച വിദ്യാലയവും നിങ്ങൾ കളിച്ചു വളർന്ന നാടും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ കളിക്കൂട്ടുകാരും അവിടെ വേരുകൾ ആഴത്തിലിറക്കി അവരെ മറക്കാതെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറന്നാൽ നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ തളർത്താൻ ഒരു ശക്തിക്കുമാവില്ല. ഒരുപാട് പേർക്ക് തണലാവുന്ന ഈ നാടിന്റെ അഭിമാനമാവുന്ന വടവൃക്ഷമായി നിങ്ങൾക്ക് പടർന്ന് പന്തലിക്കാനാവട്ടെ. അതിനുള്ളൊരു പ്രചോദനമാണ് നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വാരിക്കൂട്ടുവാൻ പോകുന്ന ഒരുപാട് നേട്ടങ്ങളുടെ, അവാർഡുകളുടെ ആദ്യത്തെ ഒരു ചവിട്ടുപടിയായി മാത്രം ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ഷാഫി പറമ്പിൽ എത്തിച്ചേരും. നമ്മുടെ PMA ഗഫൂർ സാഹിബ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് വളരെ ദൂരം സഞ്ചരിച്ച് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്, നിർബന്ധിച്ചത് കൊണ്ട് വന്നതാണ്. ഈ പരിപാടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചു പോവേണ്ടതുണ്ട്. തവനൂരിലെ നാളെയുടെ വാഗ്ദാനങ്ങളെ കാണാനും സംവദിക്കാനും വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് കിലോമീറ്ററുകൾ താണ്ടി, മൈലുകൾ താണ്ടി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട PMA ഗഫൂർ സാഹിബിന് വളരെ പെട്ടെന്ന് എറണാകുളത്തേക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക. ഒരുപാട് ആളുകൾ മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സീറ്റ് താഴെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കുള്ള സീറ്റുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ മുകളിൽ നിൽക്കുന്നവർക്കൊക്കെ തന്നെ താഴെ വന്ന്